ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതൊരു വേവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അതാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ ഈക്വൽ ടു എപ്സിലോൺ ലാംഡ സ്ക്വയർ. നമ്മൾ പറഞ്ഞു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു വേവ് പാക്കറ്റിൻ്റെ സൈസ് കുറയുമ്പോൾ വേവ് ലെങ്ത്തിലുള്ള എറർ കൂടും. സൈസ് കൂടിയാൽ വേവ് ലെങ്ത്തിലുള്ള എറർ കുറയുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിക്കിളുകളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾസിന് വേവ് നേച്ചർ ഉണ്ട് എന്നാണ്. അപ്പോൾ പാർട്ടിക്കിൾസുമായി അസോസിയേറ്റ് ചെയ്ത വേവാണെന്ത്? ഡി ബ്രോഗ്ലി വേവ്. ഈ ഡി ബ്രോഗ്ലി വേവിൻ്റെ പ്രൂഫൊക്കെ എവിഡൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഉണ്ട് എന്ന് തെളിഞ്ഞതാണ്. അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. അതായത് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതിന് എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്താൽ വേവ് ലെങ്ത് കിട്ടും. അപ്പോൾ ഈ ഡി ബ്രോഗ്ലി വേവ് എന്ന് പറഞ്ഞാൽ അതായത് പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്യുന്ന വേവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് ഫോർ എനി വേവ് അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആംഗിളിൽ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്കിത് പറയാം? നമുക്കിപ്പോൾ ഇവിടെ ഒരു വേവ് ഉണ്ട്, ഡി ബ്രോഗ്ലി വേവ് ഉണ്ട് നിൽക്കുക. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഒരു ഡി ബ്രോഗ്ലി വേവ് ഉണ്ട്, ഡെൽറ്റ എക്സ് എന്ന റീജിയനിൽ. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു റീജിയനിൽ ഡി ബ്രോഗ്ലി വേവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു റീജിയനിൽ ഒരു പാർട്ടിക്കിളിനെ കാണാൻ സാധ്യത ഉണ്ട്. അതായത് ആ പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത വേവ് ആയിരിക്കണം ഇത് ഡി ബ്രോഗ്ലി വേവ്. അതായത് നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയുള്ള ഏരിയ, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസാണ് അപ്പോൾ ഈ ഡെൽറ്റ എക്സ് വരിക. ആ സമയത്തുള്ള ആ പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ അൺസർട്ടനിറ്റിയാണ് ഇത് വരിക. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്താണ് ഈ ലാംഡ വരിക. ഇതാ ആ എററും ആ ഒരു അൺസർട്ടനിറ്റി ഫ്രാക്ഷനുമാണ് വരിക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ആ പാർട്ടിക്കിളിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലം എന്ന രീതിയിലേക്ക് ഇത് മാറും നമ്മൾ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിളിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മുടെ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിളിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഈ ഡെൽറ്റ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പാർട്ടിക്കിൾസിന് വേണ്ടി ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. പാർട്ടിക്കിൾസിൻ്റെ മെഷറബിൾ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം, ഈ ഒരു അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ഗോയിങ് ടു മോഡിഫൈ അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണ്? ഈ ഒരു ജനറൽ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പിനെ നമ്മുടെ ഈ ഡി ബ്രോഗ്ലി വേവിന് വേണ്ടി മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ ലാംഡ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ടൈമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ലാംഡയും പിയും കൂടി റിലേറ്റഡ് ആണ് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി മൊമെൻറ്റത്തിൽ അൺസർട്ടനിറ്റി എന്നാണെങ്കിൽ നമുക്കൊന്നും കൂടി നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ആവും. കാരണം പാർട്ടിക്കിൾസുമായി അസോസിയേറ്റ് ചെയ്ത് മൊമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടി ഡെൽറ്റ ലാംഡയ്ക്ക് പകരം നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലാംഡയ്ക്ക് പകരം ഡെൽറ്റ ലാംഡ എന്നാണെങ്കിൽ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലോ, ഇവിടെ നിന്ന് അതിനുള്ള ഇക്വലൻ്റ് ആയ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതൊന്ന് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്നുള്ളതിനെ മോഡിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡി ലാംഡ ബൈ ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. ഡി ലാംഡ ബൈ ഡി പി എന്താ? അല്ലെങ്കിൽ പിന്നെ ഡിഫറൻഷ്യൽ എടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ എടുക്കുക. ഡിഫറൻഷ്യൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ ഡി ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് കോൺസ്റ്റൻ്റ് ആണ്. ഇനി 1/p ഡിഫറൻഷ്യൽ എടുക്കുക. എന്താ? -1/p² ഡി പി. ഇങ്ങനെ ഡിഫറൻഷ്യൽ എടുക്കുക. അതായത് ഡെറിവേറ്റീവും ഡിഫറൻഷ്യലും ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ y ഈസ് ഈക്വൽ ടു എക്സ് സെഡ് ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കൽ dy ഈസ് ഈക്വൽ ടു dx ഇൻറ്റു സെഡ് പ്ലസ് എക്സ് ഇൻറ്റു ഡി സെഡ് ഇങ്ങനെ എടുക്കുക. അതൊക്കെ പ്രൊഡക്റ്റ് റൂളൊക്കെ ഒരേപോലെ തന്നെ. ആദ്യം ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കും, പിന്നെ ഇത് എടുക്കും, പിന്നെ അതിനെ മറ്റേ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട്
പിന്നെ ഇതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും, ഇതിനെ ഡിഫറൻഷ്യൽ എടുക്കും. ഡിഫറൻഷ്യൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇവിടെ 1/pൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, 1/3ൻ്റെ ആദ്യം ഡെറിവേറ്റീവ് എടുക്കണം. 1/pൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ -1/p² dp ആണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ശീലമായി മാറും. അപ്പോൾ ഇത് ഫസ്റ്റ് ആകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഇവിടെ ഡെറിവേറ്റീവ് കൊടുക്കേണ്ടി വരും. ഏതാണോ ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ dp എന്ന് കൊടുക്കുക. ഇങ്ങനെ ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഡി ലാംഡ എങ്ങനെ കിട്ടി? ഇനി നമ്മൾ ഡെൽറ്റ ലാംഡ അല്ലേ, നമ്മൾ പറഞ്ഞ ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. അതുകൊണ്ട് നമുക്ക് സ്മോൾ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഡി എന്ന് പറയാം. നമുക്കൊരു നോട്ടബിൾ ചേഞ്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീനെ നമുക്ക് എന്താക്കി മാറ്റാം, ഡി ഈസ് ചേഞ്ച്ഡ് ടു ഡെൽറ്റ. അങ്ങനെ ആകുമ്പോൾ ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു -h/p² dp എന്ന് ആവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, സോറി ഡിയും മാറ്റണം, അവിടെ മാറ്റുമ്പോൾ എവിടെയും മാറ്റണം. ഇതൊക്കെ ഒരു ജസ്റ്റ് ടേംസാണ്, ഒരു ലേബലിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ ലാംഡ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് മാത്രം മതി, ഈ സൈൻ്റെ ഒന്നും ആവശ്യമില്ല. ചേഞ്ചിൻ്റെ അളവ് എത്രയാണ് അത് മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജനറൽ അൺസർട്ടനിറ്റി റിലേഷൻഷിപ്പ് മോഡിഫൈ ചെയ്യാം. എന്ത് ചെയ്യാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, എപ്സിലോൺ, ഇങ്ങനെയല്ലേ, എപ്സിലോൺ ലാംഡ സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ അത് കൊടുത്തു നോക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡക്ക് പകരം അതിൻ്റെ മാഗ്നിറ്റ്യൂഡേ കൊടുക്കണുള്ളൂ കേട്ടോ, h/p² ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ഈ ലാംഡനി നമ്മൾ മാറ്റി, ലാംഡ ഈസ് ഈക്വൽ ടു h/p അല്ലേ, അപ്പോൾ h²/p² എന്നാവും ലാംഡ സ്ക്വയർ ആകുമ്പോൾ. അത് കൊടുക്കുമ്പോൾ എന്താവും, പിന്നെ നമ്മൾ അതിനനുസരിച്ച് വെട്ടാളതൊക്കെ വെട്ടിക്കളയാം. ഇവിടെ ഒരു p² പോവും, ഇവിടെ ഒരു p² പോവും. പിന്നെ ഈ ഒരു h ഇവിടെ പോകും, ഇവിടെ ഒരു h ബാക്കിയാവും. അപ്പോൾ എന്താ കിട്ടുക, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു EH, എപ്സിലോൺ h എന്ന് വരും. അപ്പോൾ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒന്ന് മോഡിഫൈഡ് ആയി. എങ്ങനെ അത് മോഡിഫൈഡ് ആയത്, ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ h ആണ്. അതായത് നമ്മൾ പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്ന ഏരിയ, നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അത് ചെറിയതാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോഴുള്ള എറർ കൂടും. ഇനി ആ പാർട്ടിക്കിളിനെ മെഷർ ചെയ്യാൻ ഉള്ള ആ പാർട്ടിക്കിൾ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം വളരെ കൂടുതലാണെന്ന് വെക്കുക. വളരെ കൂടുതലാണെങ്കിൽ ഡെൽറ്റ എക്സ് വളരെ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ആ മൊമെൻറ്റത്തിലുള്ള എറർ കുറയും. നമ്മൾ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ, നമ്മുടെ പാർട്ടിക്കിൾ ഒരു പോയിന്റിൽ ഫിക്സ്ഡ് ആണെങ്കിൽ, ഒരു പോയിന്റിൽ ഒരു ചെറിയ നമുക്ക് അക്യുറേറ്റായ ആ പാർട്ടിക്കിളിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മൊമെൻറ്റത്തിലുള്ള എറർ കൂടും. അതാണ് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ് എ പാർട്ടിക്കിൾ വിത്ത് അക്യുറേറ്റ് പൊസിഷൻ വിത്ത് അക്യുറേറ്റ് മൊമെൻറ്റം രണ്ടും അക്യുറേറ്റ് ആയിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പൊസിഷൻ അക്യുറേറ്റ് ആയി അറിഞ്ഞാൽ മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടും. അതാണ് കാരണം ഈ പ്രൊഡക്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആവണം. കാരണം ഇപ്പുറത്തെ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, എപ്സിലോൺ h എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു വേരിയബിൾ അല്ലല്ലോ, കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിനെ കാണുന്ന ഏരിയ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് വളരെ അക്യുറേറ്റ് ആണെങ്കിൽ അത്രയും ഇനക്യുറസി എവിടെ വരും, മൊമെൻറ്റത്തിൽ വരും. ഞാൻ പാർട്ടിക്കിൾ എക്സാക്ട്ലി എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല, വലിയൊരു ഏരിയയിലാണെങ്കിൽ ഇനിയൊരു പാർട്ടിക്കിളിനെ വളരെ അക്യുറേറ്റായി നമുക്കത് നിൽക്കുന്ന സ്ഥലം അറിയുമെങ്കിൽ അതിൻ്റെ മൊമെൻറ്റത്തിൽ അത്രയും കൂടുതൽ അൺസർട്ടനിറ്റി ഉണ്ടാവും, അറിവില്ലായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും കൂടുതൽ എറർ ഉണ്ടാവും. അതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ ഈ ഡെൽറ്റ എക്സും ഡെൽറ്റ പി ഒക്കെ കാണാനുള്ള ചില ഫോർമൽ പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവിടെ
ഏറ്റവും മിനിമം പോസിബിളായ ഒരു കണ്ടീഷൻ എന്താണ് കിട്ടിയതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റിൻ്റെ മിനിമം പോസിബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഇവിടെ എന്താണ്? അപ്സലോൺ എന്താണ്? അപ്സലോൺ ഈസ് ഈക്വൽ ടു 1/4π. അങ്ങനെയാണ് ഏറ്റവും മിനിമം വാല്യൂ. ഇനിയിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഇതിനേക്കാൾ കൂടുതലേ ഉണ്ടാവുള്ളൂ. ഏറ്റവും മിനിമം ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? h/4π. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2 എന്ന് പറയാം. വേർ h× ഈസ് ഈക്വൽ ടു h/2π. h/2π വിളിക്കുന്ന പേരാണ് h കട്ട് ഓർ h× അല്ലെങ്കിൽ h ബാർ എന്നൊക്കെ പറയുന്നത്. അതിനെ നമ്മൾ ഡിവൈഡ് ഇതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ h/4π ആവും. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ അലൗഡ് ആയ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഒരു 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 പർട്ടിക്കുലർ ഏരിയ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസാണ് എന്ത്? ഡെൽറ്റ എക്സ്. ആ ഒരു ഡയറക്ഷനിലുള്ള മൊമെൻ്റാണ് എന്ത്? മൊമെൻ്റത്തിലെ അൺസർട്ടനിറ്റി ആണ് എന്ത്? എന്ത്? ഡെൽറ്റ പി. ഉദാഹരണത്തിന് നമ്മളെ പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ഇതിപ്പോൾ എക്സ് വൈ കോർഡിനേറ്റ് ആണ്. പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ എക്സ് ഈക്വൽ ടു ഇവിടെ 2, എക്സ് ഈക്വൽ ടു 4. ഇതിനടുക്കാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ അലൗഡ് എങ്കിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും അല്ലാതെ വൈ ഡയറക്ഷനിലും ഒന്ന് മൂവ് ചെയ്യാൻ അതിന് യാതൊരു പെർമിഷനും ഇല്ല. ഇങ്ങോട്ട് മാത്രം കൺഫൈൻഡ് ആണ്. എക്സിൽ 2 മുതൽ 4 വരെ മൂവ് ചെയ്യാനേ പറ്റുമെങ്കിൽ അപ്പോൾ ഈ ഡെൽറ്റ എക്സിൻ്റെ ഇതെന്തായിരിക്കും? 2 മുതൽ 4 വരെ, അതായത് 2 സെൻറ്റിമീറ്റർ ആണ് എന്തുണ്ടാവുക? ഡെൽറ്റ എക്സ് ഉണ്ടാവുക. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മാത്രമല്ല മൂവ് ചെയ്യാൻ അലൗഡ്. അതുകൊണ്ട് വൈ ഡയറക്ഷനിൽ മൊമെൻ്റ് ഉണ്ടാവില്ലല്ലോ. ഈ ഡയറക്ഷനിലല്ലേ വെലോസിറ്റി ഉള്ളൂ, എക്സ് ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെൽറ്റ പി എന്തായിരിക്കും? മൊമെൻ്റ് അൺസർട്ടൈനിറ്റി ഇൻ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഏതാണോ ഡെൽറ്റ എക്സ് ആ ഡയറക്ഷനിലുള്ള മൊമെൻറ്റത്തിൻ്റെ അൺസർട്ടൈനിറ്റി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് നമുക്ക് എഴുതാം. കാരണം അത് നമ്മളിപ്പോൾ എക്സ് ആക്സിസിലാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ അലൗഡെങ്കിൽ, എക്സ് ഡയറക്ഷനിലാണ് അലൗഡെങ്കിൽ, അപ്പോൾ മൊമെൻറ്റവും എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻ്റ് ആയിരിക്കും. ഇനി വൈ ഡയറക്ഷനിലുള്ള അൺസർട്ടൈനിറ്റി എഴുതുമ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2. സെഡ് ഡയറക്ഷനിലാണ് അലൗഡെങ്കിൽ ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ പി സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ആ അൺസർട്ടൈനിറ്റി റിലേഷൻഷിപ്പ് വരിക. അതുപോലെ നമ്മൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി h×2 ആണ് ഏറ്റവും മിനിമം വാല്യൂ. അതിനേക്കാൾ കൂടുതൽ ഏതും ആവാം. ചില പുസ്തകങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും കാണുക, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h× എന്നുണ്ടാവും. നമ്മൾ h×2 ആണ് ഈ മുമ്പത്തെ ഇതിലുള്ളത്. അപ്പോൾ ചിലതിൽ ഇങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ ആയാലും തെറ്റില്ല, കാരണം h×2 വലിയ ഏത് വാല്യൂ ആയാലും മതി. h×2 വലുതാണ് h×, കാരണം h×ൻ്റെ പകുതിയാണിത്. പകുതിനെക്കാട്ടി വലുതല്ല വലുത്, അതിൻ്റെ ഫുള്ള് എന്നുള്ളത്. അപ്പോൾ ഇതും ഇതാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലെ അക്യുറസിക്ക് അനുസരിച്ച് നമുക്ക് വളരെ അക്യുറേറ്റായ റിസൾട്ടാണ്. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അക്യുറസിക്ക് അനുസരിച്ച് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. വളരെ അക്യുറേറ്റായ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ അത്ര ഒന്ന് അക്യുറേറ്റ് ആവണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതാണെന്ത്? ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി റിലേഷൻഷിപ്പ്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി റിലേഷൻഷിപ്പ്. എന്താണ് ഹൈസൻബർഗ്സ് അൺസർട്ടൈനിറ്റി റിലേഷൻഷിപ്പ് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് possible to make a simultaneous determination of position and momentum of particle with unlimited precision. അങ്ങനെ പറഞ്ഞാൽ അക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് മൊമെൻറ്റവും അതുപോലെ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. കാരണം
ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഡെൽറ്റ എക്സ് എത്ര കൂടുന്നോ, അതായത് പാർട്ടിക്കിളിൻ്റെ പൊസിഷനിൽ എത്രമാത്രം അക്യുറസി കുറയുന്നു അതാണ് അതിൻ്റെ അർത്ഥം. എക്സാക്റ്റ് ഒരു പൊസിഷൻ അറിയണമെങ്കിൽ ഡെൽറ്റ എക്സ് എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ, 0 അല്ലേ കാരണം. ഒരു പാർട്ടിക്കിൾ കൃത്യമായിട്ട് ഒരു പൊസിഷനിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിലാണെങ്കിൽ ഡെൽറ്റ എക്സ് എന്താണ്, വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ വലിയൊരു അൺസർട്ടൈനിറ്റി ഉണ്ടാവും. ഇനിയിപ്പോൾ പാർട്ടിക്കിൾ വലിയൊരു ലെങ്ത്തിൽ എവിടെയും കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് എന്താണ്, വളരെ വലുതാണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ അത് വളരെ കൂടുതൽ അക്യുറസിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും മൊമെൻറ്റം. അപ്പോൾ രണ്ടും അക്യുറേറ്റായി പൊസിഷനും അക്യുറേറ്റായിട്ട് പ്രിസൈസായിട്ട് പൊസിഷനും പ്രിസൈസായിട്ട് മൊമെൻറ്റവും കൂടി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഐസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ എനർജി ടൈം അൺസർട്ടൈനിറ്റി നമ്മൾ ഏതൊരു ജനറൽ വേവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് മുമ്പ് കിട്ടിയിരുന്നു ഇതിൻ്റെ മുമ്പത്തെ ഡിസ്കഷനിൽ. അതാണ് ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ എഫ് ഇതാണ് എപ്സിലോൺ ആണ്. ടൈം ഡ്യൂറേഷൻ ഓഫ് ദ വേവ് പാക്കറ്റ് ഇൻറ്റു അൺസർട്ടൈനിറ്റി ഇൻ ദ മൊമെൻറ്റ് മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് എ എറർ ഫ്രാക്ഷൻ എപ്സിലോൺ. അപ്പോൾ ഇത് ടൈം ഡ്യൂറേഷൻ കൂടിയാൽ ഫ്രീക്വൻസിയിലുള്ള എറർ കുറയും. ഈ ടൈം ഡ്യൂറേഷൻ ഓഫ് ദ വേവ് കുറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള എറർ കൂടും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പാർട്ടിക്കിളിൻ്റെ കേസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡി ബ്രോഗ്ലി വേവ് ആണ്. ഡി ബ്രോഗ്ലി വേവ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ എനർജി കാണാൻ യൂസ് ചെയ്ത ആ റിലേഷൻഷിപ്പ് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസി അറിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന അസംഷനിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. E=hν എന്നുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള അസംഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂക്ക് പകരം എഫ് ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അപ്പോൾ എഫ് എന്നുള്ള ലെറ്ററാണ് നമ്മളെ ഇതിലുള്ളത്. അപ്പോൾ ഞാൻ എഫിൻ്റെ ടേമിലേക്ക് മാറ്റി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് ഭാഗത്തും ഡെൽറ്റ കാണുക, നമ്മൾ ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പോൾ എന്താവും, DE=H കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് ഡിഫറൻഷ്യൽ എടുക്കാനുണ്ടാവില്ല. ഡിഫറൻഷ്യൽ എടുക്കാനുണ്ടാവും, പക്ഷേ DH കാണുമ്പോൾ 0 ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുക DH ഇൻറ്റു എഫ് പ്ലസ് H ഇൻറ്റു DF അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ ടേം കോൺസ്റ്റൻറ്റിൻ്റെ കോൺസ്റ്റൻറ്റിലുള്ള മാറ്റം എടുക്കുക എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ജനറലായിട്ട് ഡിഫറൻഷ്യൽ എടുക്കുക. കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ 0 ആയിരിക്കും. അപ്പോൾ HDF ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെറിയ ചേഞ്ച് ആണെങ്കിൽ D എന്നാണ്, കുറച്ചൊരു വലിപ്പമുള്ള ചേഞ്ച് ആണെങ്കിൽ ഡെൽറ്റ ഇ, നോട്ടബിൾ ചേഞ്ച് ആണെങ്കിൽ ഡെൽറ്റ ഇ H ഡെൽറ്റ എഫ് എന്ന് കിട്ടും. ഡെൽറ്റ എഫ് എന്താവും, ഡെൽറ്റ E/H എന്നാവും. അത് നമുക്ക് ഇവിടെ ഡെൽറ്റ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും, ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ E/H അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ EH അപ്പോൾ ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളത്, ഡെൽറ്റ ടി ഡെൽറ്റ ഇ ഒക്കെ ടൈം ഡ്യൂറേഷനും ഇതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് മിനിമം പോസിബിൾ ആയൊരു വാല്യൂ കണ്ടെത്തിയത്, അത് പറഞ്ഞത് എത്രയാണ്, ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ഇ മിനിമം പോസിബിളായ വാല്യൂ H×2 ആണ്. ഓക്കെ, അതായത് H/4π ആണെന്ന്. വേറെ H/2π നമ്മൾ H× എന്ന് വിളിച്ചത് ഇവിടെ. അപ്പോൾ H/4π എന്ന് പറഞ്ഞാൽ H×2. ഇതിപ്പോൾ ഏത് സമയം ഇതെടുത്താലും H×2 കൂടുതലായിരിക്കും ഉണ്ടാവും. കൂടുതലോ ഈക്വലോ, അതിൻ്റെ താഴേക്ക് പോവില്ല ഈ ഒരു അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ലൈഫ് ടൈം വളരെ കൂടുതലാണെങ്കിൽ
ഇതെന്താണ് ഡെൽറ്റ ടി വളരെ ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം. ലൈഫ് ടൈം നമ്മളിപ്പോൾ വേവിൻ്റെ ഡ്യൂറേഷൻ കൂടുതലെന്ന് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവിൻ്റെ ഡ്യൂറേഷൻ കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പാർട്ടിക്കിൾ കുറേ കാലം ജീവിക്കുന്നതാണ്. ചില സാധനങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഉണ്ട് ഡീക്കേ ചെയ്യുന്നതൊക്കെ ഉണ്ട്, ആ സമയത്ത് ഇത് കുറവായിരിക്കും. അപ്പോൾ കുറേ ലോങ് ലൈഫുള്ള പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡെൽറ്റ ടി ഇൻഫൈനറ്റ് ആയിക്കാരം കുറേ ഉണ്ടാവും. അങ്ങനെയും ഡെൽറ്റ ഇ എന്തായിരിക്കും, സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. കാരണം രണ്ടും പ്രൊഡക്റ്റ് ഇത് രണ്ടിൻ്റെയും കൂടി റിസൾട്ട് ഒരു കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ ഇത് മാക്സിമം ആവുകയാണെങ്കിൽ ഇത് കുറയണം. അതായത് ഇൻഫൈനൈറ്റ് ലൈഫ് ടൈമുള്ള ലോങ് ലിവിങ് പാർട്ടിക്കിളിൻ്റെ എനർജിയൊക്കെ നമുക്ക് അക്യുറേറ്റായി മെഷർ ചെയ്യാൻ പറ്റും. ഇനി ചില പാർട്ടിക്കിളൊക്കെ ഉണ്ടായ ഉടനെ തന്നെ ഡീക്കേ ചെയ്യും. അതായത് ഡെൽറ്റ ടി അവയുടെ ഡ്യൂറേഷൻ 0 സെക്കൻഡൊക്കെയാണ്. സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. 0 സെക്കൻഡല്ല, സീറോയിൻ്റെ അടുത്തായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്രോച്ചിങ് എന്നാണ് പറഞ്ഞത്, ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ എന്താവണം, എററിൻ്റെ എനർജി മെഷർമെൻറ്റ് എന്തായിരിക്കണം, ഇൻഫൈനൈറ്റിലേക്ക് അതാവണം. അവയുടെ എനർജി മെഷർ ചെയ്യുമ്പോൾ വളരെ ഇൻഫൈനൈറ്റ് അൺസർട്ടൈനിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മറ്റ് അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ടൈം എനർജി അൺസർട്ടൈനിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് എ സൈമുൾട്ടേനിയസ് ഡിറ്റർമിനേഷൻ ഓഫ് എനർജി ആൻഡ് ടൈം കോർഡിനേറ്റ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് അൺലിമിറ്റഡ് പ്രിസിഷൻ. ഇങ്ങനെ എഴുതാം. അതായത് ഡെൽറ്റ ഇ കൂടിയാൽ ഡെൽറ്റ ടി കുറയും, കാരണം അപ്പുറം ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം. ഡെൽറ്റ ഇ കുറഞ്ഞ ഇത് കൂടണം, ടൈം ഡ്യൂറേഷൻ കൂടണം, എന്നാലേ ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കുള്ളൂ. കാരണം ഓവറോൾ പ്രൊഡക്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ ഒന്ന് കൂടും മറ്റൊന്ന് കുറയണമല്ലോ. ഇനി മറ്റേ രീതിയിലും പറയാം, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് എന്ന് ചില ബുക്കിലുണ്ടാവും. അതും ശരി തന്നെയാണ്. കാരണം അത് നമ്മൾ ഈ കണ്ടീഷൻ ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എച്ച് ക്രോസ് ബൈ 2 വലുതാവണമെന്നേ ഉള്ളൂ. അപ്പോൾ എച്ച് ക്രോസ് ബൈ 2 ക്രോസ് എന്ന് എഴുതിയാലൊക്കെ ശരി തന്നെയാണ്, കാരണം അതിനെക്കാട്ടി വലുതല്ലേ. അതുപോലെ എച്ച് ക്രോസ് ബൈ 3 എന്ന് എഴുതിയാൽ ശരിയാവുമോ? ശരിയാവില്ല, കാരണം അത് എച്ച് ക്രോസ് ബൈ 2 ചെറുതാണ്. അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഈ എച്ച് ക്രോസ് ബൈ 2 വലിയ ഏതൊരു സംഖ്യ എഴുതിയാലും ഈ ഒരു പ്രൊഡക്റ്റ് ശരിയാണ്. ചില ബുക്കിൽ ഇങ്ങനെ കാണാം. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ മൊമെൻറ്റം പൊസിഷൻ അൺസർട്ടൈനിറ്റി, 2 അൺസർട്ടൈനിറ്റികളാണുള്ളത്. ഒന്ന് മൊമെൻറ്റം പൊസിഷൻ അൺസർട്ടൈനിറ്റി, അതാണ് ഈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. മറ്റേത് എനർജി ടൈം അൺസർട്ടൈനിറ്റി. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ പ്രകൃതി എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിൽ വെച്ച 2 ലിമിറ്റുകളാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിമിറ്റിനെ ഭേദിക്കാൻ കഴിയില്ല. എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്താലും അത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേ വരുള്ളൂ. നമുക്ക് അക്യുറേറ്റായിട്ട് പൊസിഷൻ അറിയുമെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ മെഷർ ചെയ്ത മൊമെൻറ്റത്തിന് അത്രയും എറർ ഉണ്ടാവും. ഈ നമ്മുടെ പൊസിഷനും അതുപോലെ തന്നെ എനർജിയും ആ ഒരു നാച്ചർ പ്രൊപ്പോസ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന ലിമിറ്റുകളാണ് ഈ 2 റിലേഷൻഷിപ്പുകളും. താങ്ക് യു.